ശ്രീമതി സൗമ്യ മനോജ്, സൈക്കോളജിസ്റ്റ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീമതി സൗമ്യ മനോജ്, ഈ കുഞ്ഞുങ്ങളുണ്ടായത് വിവാഹ ബന്ധത്തിൽ നിന്നാണോ അതല്ലാതെയാണോ എന്നതിനേക്കാൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുകയും കുഴിച്ചു മൂടുകയും എന്നിട്ട് ആ അസ്ഥി സൂക്ഷിക്കുകയും കർമ്മം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരാണും ഒരു പെണ്ണും, അതാണല്ലോ നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. അപ്പോൾ സാധാരണ പറയുന്നത് ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാണ് എന്നാണ്. അതായത് ഒരു അമ്മ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കും. ഇതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളൊരു ധാരണ. അതിന് വിപരീതമായി എത്രയെത്ര സംഭവങ്ങൾ, അമ്മയെ ആക്രമിക്കുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അമ്മ എന്ന് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. അതിലൊന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്ന് പറയാം തൃശ്ശൂരിലേത്. ഏത് മാനസികാവസ്ഥയിൽ നിന്നായിരിക്കും ഈ സ്ത്രീ ഈ കുഞ്ഞുങ്ങളെ കൊന്നതാണെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ടാവുക? ഇനി അതല്ല, അവർക്ക് ഈ പ്രസവത്തിൽ മരിച്ചു പോയതാണെങ്കിൽ എന്തുകൊണ്ടിത് പുറത്തറിയാതെ അവരത് മറവ് ചെയ്തു? അതിൻ്റെ മാനസികാവസ്ഥ എന്താണ്? സാഹചര്യം എന്തായിരിക്കും? അവരുടെ സാഹചര്യം നമുക്ക് പറയണമെങ്കിൽ, അല്ലെ അവരുടെ മാനസികാവസ്ഥ പറയണമെങ്കിൽ അവരോട് നമ്മൾ സംസാരിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ നമുക്കിപ്പം കോമൺ ആയിട്ട് പറയുന്ന കുറച്ച്, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കൗമാരക്കാരെ കാണുന്ന, അല്ലെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിതിൽ പ്രത്യേകിച്ച് യാതൊരു ഞെട്ടലുമില്ല. കാരണം ഒരു 50% മേലിൽ ഇപ്പോൾ നമ്മുടെ കൗമാരക്കാർ മുഴുവൻ ഇതേ പാതയിൽ തന്നെയാണ്. കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചു മൂടുന്നു എന്നല്ല, പക്ഷെ ആ ഒരു അവസ്ഥയിൽ എത്താതെ സേഫ്റ്റി പ്രിക്കോഷൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇത്തരം നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഈ ഒരു കൊലപാതകം എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്തോട്ട് സൂചിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു കുഞ്ഞ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മാതൃത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു യുവതി എത്തണമെങ്കിൽ അവൾ മാനസികമായി ഒരു അമ്മയാവാൻ തയ്യാറെടുക്കണം. ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോഴുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെടുന്ന വ്യക്തിയുമായി 1-2 ദിവസത്തെ പരിചയമുള്ള വ്യക്തിയുമായി ഈ പറഞ്ഞതുപോലെ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഇത്തരം സെക്ഷൽ റിലേഷനിലേക്ക് പോകുന്നു. അവരറിയാതെ തന്നെ ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നു. പല കുട്ടികൾക്കും ഇപ്പം PCOD ഒക്കെ ഉണ്ടായതുകൊണ്ട് പീരിയഡ്സ് ഒന്നും നോർമൽ അല്ല. അപ്പൊ ഒരു പക്ഷേ ഈ കുട്ടിയും അത് നശിപ്പിക്കാവുന്ന ആ ഒരു സമയത്തിന് ശേഷമായിരിക്കണം ഇതറിഞ്ഞത്. പിന്നീട് അവൾക്കുള്ള നിർദ്ദേശങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് സമൂഹ മാധ്യമമാണ്. ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്താൽ എല്ലാ കാര്യങ്ങളും അറിയാം. മാഡം നേരത്തെ പറഞ്ഞു, ഒരു കുട്ടി പ്രഗ്നന്റ് ആയാല് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രസവിക്കും, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നത് നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരോടാണ്. ഇപ്പം അതിന്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ മുഴുവൻ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയകളിൽ അവർ എന്ത് തിരഞ്ഞാലും അവർക്ക് അതിനുള്ള മറുപടികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്നോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു 7ാം ക്ലാസ്സുകാരിയെ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പം ആ കുഞ്ഞിന്റെ അമ്മ കൊണ്ടുവന്നതിന്റെ കാരണം എന്താണ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കുട്ടി ഭയങ്കരമായി ദേഷ്യം പ്രകടിപ്പിക്കുന്നു, അമ്മയോട് മിണ്ടുന്നില്ല, സാധനങ്ങൾ വലിച്ചെറിയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഈ കൊണ്ടുവരുന്ന കുട്ടികളെ എല്ലാം നമ്മൾ സംസാരിക്കുമ്പം അവർക്ക് പറയാനുള്ള കഥകൾ സോഷ്യൽ മീഡിയയുമായി പരിചയപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള ഇതുപോലെയുള്ള റിലേഷൻസ്. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയാം, സാറിന് തന്നെ അറിയാമായിരിക്കും, ഒരു കേസ് വരുന്ന സമയത്ത് അവരെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പം 1 വർഷം 2 വർഷം ഒക്കെ പരിചയമുള്ള ഈ കേസുകളാണെങ്കിൽ എത്രത്തോളം സ്ഥലങ്ങളിലാണ്, പീഡനം നടന്ന സ്ഥലങ്ങളിൽ ഈ കുട്ടികളെ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാമോ? കാരണം 2 ദിവസം 3 ദിവസം പരിചയപ്പെടുന്നവർ പിന്നെ അടുത്ത ദിവസം അവർ ഈ ഒരു റിലേഷനിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞൊരു +1 വാരിയെ കൊണ്ടുവന്നതിന്റെ കാരണം എക്സാം എഴുതാൻ നേരത്ത് അവൾക്ക് അറ്റൻഡൻസ് ഇല്ല, 30% താഴെയാണ് അറ്റൻഡൻസ്. കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അമ്മയും അച്ഛനും രാവിലെ ജോലിക്ക് പോകുന്നു. സ്കൂളിൽ നിന്ന് വിളി വന്ന അമ്മ അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി ആ ഒരു വർഷം 1-2 ദിവസമാണ് സ്കൂളിൽ പോയത്. കാരണം രാത്രി മുഴുവൻ ഈ കുട്ടി ഫോണിൽ ചാറ്റാണ്, സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഒരാളുമായി ചാറ്റാണ്. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞാണ്, എനിക്ക് തല കറങ്ങും, നേരെ നിൽക്കാൻ വയ്യ, പിന്നെ എപ്പോഴും ഫോൺ വിളിക്കണം എന്നൊരു ടെൻഡൻസി ക്ലാസ്സിലിരുന്നാലും ആ ഒരു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സമൂഹം അല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവകാശപ്പെട്ട് വന്നത് പണ്ട് നമ്മളൊക്കെ ഫോളോ ചെയ്ത് വന്ന കുറെ സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് അവരുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്ത് ചെയ്യുന്നു. അപ്പം ഇത്തരം ഈ പല കുട്ടികൾ ഇതുപോലെ സെക്ഷൽ റിലേഷനിൽ പോയി കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വരുന്നവരോട് ഞാൻ ചോദിക്കും, എന്തിനിങ്ങനെ പോയി എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നതാണ്, മാം എന്റെ ക്ലാസ്സിലെ പലരും ഇങ്ങനെ പോകുന്നു. അപ്പൊ എനിക്കിത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? ആ ക്യൂരിയോസിറ്റി എന്താണെന്ന് അറിയാൻ വിളിച്ചു വരുന്നതാണ്. വളരെ എന്താ പറയുക, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ മറ്റുള്ളവർ ഇത് അറിയുന്നത്. പക്ഷെ നമ്മൾ ഇത് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ
ആദ്യം അത് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഒരു കുഞ്ഞ്, ഒരു മോള് ഈ ഒരു അവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ആ വീട്ടിലൊരു അമ്മയുടെ ഒപ്പമാണ് ജീവിച്ചിരുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ സാഹചര്യം എനിക്കറിയില്ല. പക്ഷേ നോർമൽ കേസിൽ ഒരു കുട്ടി ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊന്നും അവളിലുണ്ടായ ശാരീരികവും മാനസികവുമായ മാറ്റം ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആ കുട്ടിയെ കൊലപാതകി എന്ന് വിളിക്കുന്നു. ഒരു സമയം കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ അവൾ എങ്ങനെ പ്രസവിക്കാമെന്നായിരിക്കും സെർച്ച് ചെയ്തത്. അവൾ പ്രസവിച്ചു, ആ പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, അവിടെ പിന്നെ പിടിക്കപ്പെടുമെന്നോ അപ്പോൾ അവളുടെ നിലവിലുള്ള മാനസികാവസ്ഥ അനുസരിച്ച് അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു നിഗമനത്തിലേക്കായിരിക്കണം ആ കുട്ടി എത്തിയത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ അത് വെളിപ്പെടുത്തിയതിന്റെ കാരണം ഇതുപോലെ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്ന കുട്ടികളുമായിട്ടുള്ള റിലേഷൻസിൽ സെക്ഷൽ ഫോട്ടോസ് അയച്ചു കൊടുക്കുക, സെക്ഷൽ ചാറ്റ് നടത്തുക. ഇത് ഒരു പരിധി കഴിയുമ്പോൾ ഈ പയ്യന്മാർ ഈ പെൺകുട്ടികളെ ഇത് വെച്ച് ചൂഷണം ചെയ്യും. അവർ പറയുന്ന സ്ഥലത്ത് ഇറങ്ങിച്ചെല്ലും. അപ്പൊ ഇത്തരം സംഭവത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിലൊരു ശ്രദ്ധ, 2 ഈ കുട്ടികൾക്ക് അവയർനെസ് ഇല്ലാതെ വരിക. ഇത്തരം സംഭവങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്കറിയാം. പക്ഷെ പെട്ടുപോയാൽ എങ്ങനെ നമുക്ക് ഇത്തരം വലിയൊരു സംഭവത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുന്ന അല്ലെങ്കിൽ ഒരു കൊലപാതകിയായി മാറിയേക്കാവുന്ന ഒരു അവസ്ഥയിൽ വരുന്നതിന് മുമ്പ് എനിക്കിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് ഒരു സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ അവർക്കൊരു അവയർനെസ് കിട്ടുന്നില്ല. ഇവർ പേടിച്ച് ആരോടും ഇത് പറയുന്നില്ല. ഇവരാകെ പങ്കുവെക്കുന്നത് അവരുടെ പ്രായക്കാരോടാണ്. അവരും ഇതേ തൂവൽ പക്ഷികളാണ്. അപ്പൊ നമുക്ക് അല്ലല്ല ചെയ്യാനുള്ള മാഡം, ഈ കേസിൽ ഇപ്പോൾ അവർ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാണ്. അങ്ങനെ സുഹൃത്തുക്കളാകുന്നു, പിന്നീട് അവർ തമ്മിൽ ശാരീരികമായ ഒരു റിലേഷൻ ഉണ്ടാകുന്നു, അതിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞ് മരിച്ചോ മരിക്കാതെയോ കൊലപ്പെടുത്തിയോ എന്തായാലും കുഴിച്ചു മൂടുന്നു. അത് കഴിഞ്ഞ് അത് 2020 സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 2021, അത് കഴിഞ്ഞ് 2024 ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ ഇത് അതായത് ഇങ്ങനെ കുഞ്ഞുണ്ടാകുന്നു, കൊലപ്പെടുത്താം എന്ന് ആദ്യമേ തീരുമാനിച്ച് അങ്ങനെ, അപ്പോൾ അതിനകത്തൊരു ക്രൈം എലമെന്റ് ഉണ്ടല്ലോ, അതായത് ഒരു ക്രിമിനൽ ബുദ്ധിക്കല്ലേ ഇതിങ്ങനെ ആദ്യത്തേതൊരു അബദ്ധമാണെന്നോ അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണെന്നോ കരുതാമെങ്കിൽ രണ്ടാമത്തേത് അങ്ങനെയല്ല. രണ്ടാമത്തേത് ഇങ്ങനെ ചെയ്യാം എന്ന് കരുതി കാണുമല്ലോ. അപ്പോൾ ബ്രെയിൻ അതിനനുസരിച്ച് ഒരു പ്രിപ്പറേഷൻ നടത്തി കാണും. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ക്രിമിനൽ ബുദ്ധി പ്രവർത്തിച്ചിട്ടില്ലേ? ഒരു കുറ്റവാളി അതിനകത്ത് ആ സ്ത്രീയുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്? തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തൊരു കുറ്റവാളി എന്ന് പറയുന്ന ഒരു പദം ഇവിടെ നമുക്ക് പ്രയോഗിക്കാനേ പറ്റില്ല. കാരണം ഒന്നാമത്തെ സംഭവം ഉണ്ടായപ്പോൾ ആ കുട്ടി ഈ കാര്യങ്ങൾ ചെയ്തപ്പം രണ്ടാമത്തെ സംഭവം എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നാമത്തെ സംഭവം ഉണ്ടായപ്പോൾ അവൾ സെർച്ച് ചെയ്ത കാര്യം അല്ലെങ്കിൽ അവൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ ഇത് ഒരാളും പുറത്തറിഞ്ഞില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ, അങ്ങനെയുണ്ടെങ്കിൽ 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതുപോലെ വീണ്ടും ഈ ഒരു അവസ്ഥയിൽ അവൾ അറിയാതെ അവൾ ഒരു പ്രഗ്നൻസിയിലേക്ക് വന്നിട്ടാകുമ്പോൾ അവൾ വീണ്ടും ആദ്യത്തെ മെതേഡ് സ്വീകരിച്ചപ്പോൾ അവളുടെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല, സമൂഹം അറിഞ്ഞിട്ടില്ല, എങ്ങും പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും? അതേ അവസ്ഥയിലേക്ക് തന്നെ അടുത്തതും അതുപോലെ തന്നെ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് അവൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നേരെ മറിച്ച് ആദ്യം അവൾക്കൊരു സംഭവം ഉണ്ടായതിനു ശേഷം എങ്കിലും നമുക്ക് അവൾക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എന്തിന് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് പോലും സത്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കണം എന്നല്ല, ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കപ്പെട്ടു പോയാൽ ഒരു ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചാൽ നമ്മൾ സുരക്ഷിതരാകും എന്നൊരു അവയർനെസ് പോലും ഇപ്പൊ മെജോറിറ്റി കുട്ടികൾക്കും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്രൈം വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് വലിയ സംഭവമാക്കി മാറ്റുന്നതിനേക്കാൾ ഉപരി ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ചെയ്യാം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഒരു കടമ.